proprietorship. It is a business organization which is owned, managed, and controlled by an individual. Its owners, that is, sole proprietor, is the only owner of the business who will get whatever profit made by the business and suffers all losses. This business is also known as sole trader business or one-man business. It is the oldest form of business which is common in all places like beauty parlors, hair salons, and small local shops. It is simple, easy to start with a little legal formalities. ഏകവ്യക്തി ബിസിനസ്. ഇത് ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ളതുമായ ഒരു ബിസിനസ്സാണ്. ഇത്തരം ബിസിനസ്സിൻ്റെ ഉടമ, അതായത് സോൾ പ്രൊപ്പറേറ്റർ, ബിസിനസ്സിൻ്റെ ഏക ഉടമയാണ്. ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ലാഭവും ആ വ്യക്തിക്കുള്ളതാണ്. എന്നാൽ എല്ലാ നഷ്ടവും ആ വ്യക്തി സഹിക്കുകയും വേണം. ഈ ബിസിനസ്സിനെ സോൾ ട്രേഡർ ബിസിനസ് അല്ലെങ്കിൽ വൺ മാൻ ബിസിനസ് എന്നും അറിയപ്പെടുന്നു. ഇത്തരം സ്ഥാപനങ്ങൾ ബിസിനസ്സിൻ്റെ പഴയ രൂപമാണ്. ഇത് സാധാരണയായി എല്ലാ സ്ഥലങ്ങളിലും കണ്ടുവരുന്ന ബിസിനസ്സാണ്. ബ്യൂട്ടി പാർലേഴ്സ്, ഹെയർ സലൂൺ, ചെറിയ ലോക്കൽ ഷോപ്പുകൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇത് ലളിതവും വളരെ ചെറിയ നിയമ നടപടികളിലൂടെ എളുപ്പം തുടങ്ങാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ്. Following are the various features of sole proprietorship. 1. Formation and closure. 2. Unlimited liability. 3. Sole risk bearer and profit recipient. 4. Control. 5. No separate entity. 6. Lack of business continuity. താഴെ പറയുന്നവയാണ് ഏകവ്യക്തി ബിസിനസ്സിൻ്റെ സവിശേഷതകൾ. 1. രൂപീകരണവും അടച്ചുപൂട്ടലും. 2. പരിധിയില്ലാത്ത ബാധ്യത. 3. റിസ്ക് വാഹകനും ലാഭ സ്വീകർത്താവും. 4. നിയന്ത്രണം. 5. പ്രത്യേക വേർതിരിവില്ല. 6. ബിസിനസ്സിന് തുടർച്ചയില്ല. One, formation and closure. In India, still no special law which governs sole proprietorship. No strict legal formalities are required to start such a business. But for starting some business like drugs, liquor, etc., required license from the concerned authorities and local bodies. It is also very easy to close the business. Thus, formation and closure of sole proprietorship is very easy. 1. രൂപീകരണവും അടച്ചുപൂട്ടലും. ഇന്ത്യയിൽ ഇപ്പോഴും ഏകവ്യക്തി ബിസിനസ്സിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളില്ല. ഇത്തരം ബിസിനസ് ആരംഭിക്കുന്നതിന് കർശനമായ നിയമ നടപടികൾ ആവശ്യമില്ല. എന്നാൽ മരുന്ന്, മദ്യം തുടങ്ങിയ തരം ബിസിനസ് ചെയ്യുന്നതിന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലൈസൻസ് ലഭിക്കേണ്ടതുണ്ട്. ബിസിനസ് നിർത്തുന്ന നടപടികളും വളരെ എളുപ്പമാണ്. അതിനാൽ ഏകവ്യക്തി ബിസിനസ്സിൻ്റെ ഒരു സവിശേഷതയായി അതിൻ്റെ രൂപീകരണവും അടച്ചുപൂട്ടലും വളരെ എളുപ്പമാണ് എന്ന് പറയാനാകും.
2. Unlimited liability. Liability of sole proprietor is unlimited. This means owner is personally responsible for the payment of the debts of the business if the assets of the business are not sufficient. In this situation, he has to use his personal assets to pay the debts of the business. For example, Priya Stores is a sole proprietorship and Mr. Binu is its owner. Mr. Binu has personal assets worth rupees 10 lakhs. At the same time, Priya Stores also has asset worth rupees 15 lakh and liability of rupees 17 lakhs. In this case, for paying the liability of his business Priya Stores, Mr. Binu has to take rupees 2 lakh from his personal assets. 2. പരിധിയില്ലാത്ത ബാധ്യത. പരിധിയില്ലാത്ത ബാധ്യതയാണ് ഏകവ്യക്തി ബിസിനസ്സിൻ്റെ ഉടമയ്ക്കുള്ളത്. ഇതിൻ്റെ അർത്ഥം ബിസിനസ്സിൻ്റെ കടങ്ങൾ അടയ്ക്കുന്നതിന് ബിസിനസ്സിൻ്റെ ആസ്തികൾ പര്യാപ്തമല്ലെങ്കിൽ ഉടമ വ്യക്തിപരമായി ഉത്തരവാദിയാണ് എന്നാണ്. അതിനാൽ ബിസിനസ്മാൻ ബിസിനസ്സിൻ്റെ കടങ്ങൾ അടയ്ക്കുന്നതിന് തൻ്റെ സ്വകാര്യ ആസ്തികൾ ഉപയോഗിക്കേണ്ടി വരുന്നു. ഉദാഹരണത്തിന്, പ്രിയ സ്റ്റോഴ്സ് ഒരു ഏകവ്യക്തി ബിസിനസ്സും ബിനു അതിൻ്റെ ഉടമയുമാണ്. ബിനുവിന് 10 ലക്ഷം രൂപയുടെ സ്വകാര്യ ആസ്തിയുണ്ട്. പ്രിയ സ്റ്റോഴ്സ് എന്ന ബിസിനസ്സിന് 15 ലക്ഷം രൂപയുടെ ആസ്തിയും 17 ലക്ഷം രൂപയുടെ കടവുമുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രിയ സ്റ്റോഴ്സിൻ്റെ കടങ്ങൾ തീർക്കുന്നതിന് ബിനുവിന് തൻ്റെ സ്വകാര്യ സ്വത്തിൽ നിന്ന് 2 ലക്ഷം രൂപ ഉപയോഗിക്കേണ്ടി വരുന്നു. Third one, sole risk bearer and profit recipient. Sole proprietor has to bear the risk if the business is a failure. But in case of success, the proprietor get all the benefits. Thus we can say sole proprietor receives whatever profit made by the business, which becomes a reward for bearing risk in his business. 3. റിസ്ക് വാഹകനും ലാഭസ്വീകർത്താവും. ഏകവ്യക്തി ബിസിനസ് ഒരു പരാജയമെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന റിസ്ക് വഹിക്കേണ്ടത് അതിൻ്റെ ഏക ഉടമയാണ്. എന്നാൽ ബിസിനസ് വിജയമാണെങ്കിൽ അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉടമയ്ക്ക് ലഭിക്കും. അതിനാൽ നമുക്ക് പറയാൻ കഴിയും, ബിസിനസ്സിൻ്റെ ഏക ഉടമസ്ഥന് അതിൽ നിന്ന് ഉണ്ടാകുന്ന ലാഭം പൂർണ്ണമായും ലഭിക്കും. അത് ബിസിനസ്സിൻ്റെ റിസ്ക് വഹിച്ചതിനുള്ള പ്രതിഫലമായി കണക്കാക്കുന്നു. Fourth one, control. Business activities of sole proprietorship is carried out by sole proprietor. He can make all decisions without any consent from others. So we can say management and control of sole proprietorship vested in the hands of sole proprietor. 4. നിയന്ത്രണം. ഏക വ്യക്തി ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഏക ഉടമസ്ഥനാണ് നടത്തുന്നത്. മറ്റുള്ളവരുടെ സമ്മതമില്ലാതെ തൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും അവന് എടുക്കാൻ കഴിയും. അതിനാൽ നമുക്ക് പറയാം, ഏകവ്യക്തി ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റും നിയന്ത്രണവും അതിൻ്റെ ഉടമയുടെ കൈകളിൽ നിക്ഷിപ്തമാണെന്ന്. Fifth one, no separate entity. In the eyes of law, business does not have separate entity from the owners.
The owner and the business are one and the same. So, the owner is responsible for all the activities of the business. 5. പ്രത്യേക വേർതിരിവില്ല. നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ ബിസിനസ്സിന് അതിൻ്റെ ഉടമയിൽ നിന്ന് ഒരു പ്രത്യേക വേർതിരിവില്ല. ഉടമയും ബിസിനസ്സും ഒന്നു തന്നെയാണ്. അതിനാൽ ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉടമ ഉത്തരവാദിയാണ്. Sixth one, lack of business continuity. We know that there is only one person who managed and controlled the business. So his death, insanity, imprisonment, bankruptcy will have a direct effect on business and its controlling. It may even bring the business to an end. 6. ബിസിനസ്സിന് തുടർച്ചയില്ല. നമുക്കറിയാം, ഏകവ്യക്തി ബിസിനസ്സിൽ ഒരേ ഒരു വ്യക്തി മാത്രമാണ് ആ സ്ഥാപനത്തെ നിയന്ത്രിക്കുന്നതും മാനേജ് ചെയ്യുന്നതും. അതിനാൽ ഉടമയുടെ മരണം, ഭ്രാന്ത്, ജയിൽ ശിക്ഷ, പാപ്പരത്വം എന്നിവ ബിസിനസ്സിനെയും അതിൻ്റെ തുടർച്ചയെയും നേരിട്ട് ബാധിക്കും. അത് ബിസിനസ്സിൻ്റെ അടച്ചുപൂട്ടലിലേക്ക് നയിച്ചേക്കാം.